الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فقد قال الله سبحانه وتعالى أعوذ بالله من الشيطان الرجيم فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك إلى آخر آية. فقد قال النبي صلى الله عليه وسلم ما كان الرفق في شيء إلا زانه وما نزع من شيء إلا شانه. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകൻ ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിക്കേണ്ടത് എങ്ങനെയാണ്, അവൻ്റെ ജീവിതത്തിൻ്റെ സർവ്വമേഖലയിലും അവൻ വർത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ കച്ചവടം കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയായിരിക്കണം, നമ്മളുടെ പെരുമാറ്റം, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്ന് വേണ്ട ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ 24 മണിക്കൂർ ജീവിതം അത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ തൃപ്തിയിലാകണമെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ വർത്തിക്കണമെന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. തങ്ങളുടെ സ്വഭാവം, തങ്ങളുടെ പെരുമാറ്റം, തങ്ങളുടെ ഇബാദത്ത് എല്ലാം തന്നെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഒരു മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. അപ്പോൾ ആ മാതൃകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തങ്ങളുടെ സ്വഭാവത്തിലുണ്ടായിരുന്ന ഒരു ഉയർന്ന ഗുണമായ സൗമ്യത എന്ന് പറയുന്ന വിഷയം. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും തെളിയിച്ച് കാണിച്ചിരുന്ന ഒരു വിഷയമാണ് തങ്ങളുടെ പെരുമാറ്റത്തിലുണ്ടായിരുന്ന സൗമ്യത. എന്ന് മാത്രമല്ല, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് എപ്പോഴും സൗമ്യതയിൽ വർത്തിക്കാൻ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഘട്ടങ്ങളിലായിട്ട് താക്കീത് ചെയ്യുമായിരുന്നു, ഉപദേശിക്കുമായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ സഹാബാക്കളെല്ലാം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നതിന് ഏറ്റവും പ്രധാനമായ ഒരു കാരണമായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നൊരു വിഷയമാണ് തങ്ങളുടെ സ്വഭാവത്തിലെ ആ സൗമ്യത എന്നത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, കാരുണ്യം കൊണ്ടാണ് നബിയെ താങ്കൾ ആ ജനങ്ങളോട് സൗമ്യമായി പെരുമാറുന്നത്. തങ്ങളുടെ സൗമ്യത അത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കാരണമായിട്ട് താങ്കൾക്ക് കിട്ടിയതാണ്. വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബി. ഒരു പരുഷ സ്വഭാവക്കാരനായിരുന്നു താങ്കളെങ്കിൽ, ഒരു മോശമായ രീതിയിൽ സ്വഭാവമുള്ളയാളോ അല്ലെങ്കിൽ പരുഷ വർത്തമാനം പറയുന്ന ആളോ, ആ രീതിയിൽ എന്തെങ്കിലും ഒരു സ്വഭാവം താങ്കൾക്കൊരു പക്ഷേ ഉണ്ടായിരുന്നുവെങ്കിൽ ലംഫല്ലൂ മിൻ ഹൗലിക്ക്. ഇവരാരും താങ്കളുടെ ഒപ്പം ഉണ്ടാകില്ല, ഇവരാരും താങ്കളോടൊപ്പം ഉണ്ടാകില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് അവൻ്റെ സ്വഭാവത്തിലുള്ള ആ സൗമ്യത എന്നത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയുണ്ടായി, മാ കാന റിഫ്ഖു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു
വമാ നുസിഅ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു. ഏതൊരു വസ്തുവിൽ സൗമ്യതയുണ്ടോ, സൗമ്യത നമ്മുടെ പെരുമാറ്റത്തിലാണെങ്കിലും നമ്മുടെ ഇടപാടുകളിലാണെങ്കിലും ഏത് കാര്യത്തിൽ ഒരാൾ സൗമ്യത മുറുകെ പിടിക്കുന്നുവോ ആ സൗമ്യതയുണ്ട് എങ്കിൽ അതിൻ്റെ മാറ്റ് കൂടുന്നതാണ്. ഇല്ലാ സാനഹു, ആ കാര്യം അതിൻ്റെ മാറ്റ് കൂടും, അത് അലങ്കാരമായി തീരും. എന്നാൽ വമാ നുസിയ മിൻ ഷൈഇൻ, ആ സൗമ്യത അത് നഷ്ടപ്പെട്ടു പോയാൽ, അത് നമ്മുടെ പെരുമാറ്റത്തിലാണെങ്കിലും നമ്മുടെ ഇടപാടിലാണെങ്കിലും നമ്മുടെ സംസാരത്തിലാണെങ്കിലും നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും നമ്മളുടെ മക്കളോടുള്ള പെരുമാറ്റത്തിലാണെങ്കിലും നമ്മളുടെ ഭാര്യമാരോടുള്ള പെരുമാറ്റത്തിലാണെങ്കിലും ആ സൗമ്യത നഷ്ടപ്പെട്ടു പോയാൽ ഇല്ലാ ഷാനഹു, അത് വൃത്തികേടായി പോകും, അത് മോശമായി പോകും എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ സൗമ്യത അത് മുറുകെ പിടിക്കുക എന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്കറിയാം, പല സ്ഥലങ്ങളിലും പല കുടുംബങ്ങളിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ പ്രശ്നങ്ങളുടെ കാതൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ ഭാഗത്ത് നിന്ന് പെരുമാറ്റത്തിലുണ്ടാകുന്ന പ്രശ്നമായിരിക്കും. പെരുമാറ്റത്തിൽ സൗമ്യത നഷ്ടപ്പെട്ടു പോകും. മക്കൾ പിതാവിനോടുള്ള പെരുമാറ്റം, അവിടെ എന്തെങ്കിലും പ്രശ്നതയുണ്ടാകും. നമുക്കറിയാം, ചിലപ്പോഴൊക്കെ വീടുകളിലും കുടുംബത്തിലുമൊക്കെ ചില അസന്തുലിതാവസ്ഥ ഉണ്ടാകാറുണ്ട്, ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ വീടുകളിലേക്ക് കയറിപ്പോകുമ്പോൾ നമ്മുടെ മക്കൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ചിലപ്പോൾ പെരുമാറിയിട്ടുണ്ടാവില്ല. നമ്മുടെ ഭാര്യമാരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അശ്രദ്ധ, ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ കുടുംബത്തിൽ മറ്റുള്ളവരുടെ നിന്ന് എന്തെങ്കിലും വീഴ്ചയോ എന്തെങ്കിലുമൊക്കെ അപക്വമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടാകാം. ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ സമീപിക്കാം. ഒന്ന്, വളരെ കർശനമായി വളരെ ദേഷ്യപ്പെടുകയും നമ്മുടെ മുന്നിൽ കാണുന്ന വസ്തുക്കൾ എടുത്ത് ഉടച്ച് അത് വലിച്ചെറിഞ്ഞ് വളരെ ഒരു പറയാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു അന്തരീക്ഷം നമുക്ക് അവിടെ സൃഷ്ടിക്കാൻ കഴിയും. ഭയങ്കര ശബ്ദമുയർത്തി വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു, ഇതൊരു ഭാഗം. ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴും ചിലപ്പോൾ കാര്യം അവിടെ നടന്നെന്നിരിക്കും. കുട്ടികൾ നമ്മളെ പേടിച്ചതനുസരിച്ച് നിന്നിരിക്കും. ഭാര്യ നമ്മളെ പേടിച്ചുകൊണ്ട് അവര് അനുസരിച്ചെന്നിരിക്കും. രണ്ടാമതിന് വേറൊരു രൂപമുണ്ട്. വളരെ സൗമ്യമായി ആ കാര്യത്തെ നമ്മൾ ഡീൽ ചെയ്യുക, വളരെ സൗമ്യതയോടുകൂടെ നമ്മൾ അതിനെ ഡീൽ ചെയ്യുക. നമ്മൾ ആ മക്കളെ വിളിച്ചിട്ട്, മകനെ അല്ലെങ്കിൽ മോളെ, ഇതിങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്, ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് ഇന്നതാണ്, അതുകൊണ്ട് ഇത് നമുക്കൊരിക്കലും പറ്റിയതല്ല എന്ന് സൗമ്യമായ രീതിയിൽ നമ്മൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ ഭാര്യയോടാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ പെരുമാറുക. പിതാവ് മക്കളോട്, മക്കൾ പിതാവിനോട് ഈ സൗമ്യമായ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അത് മറ്റൊന്നായിരിക്കും. രണ്ട് ഭാഗത്തും കാര്യം നടക്കുമെങ്കിലും സൗമ്യതയുണ്ട് എങ്കിൽ, സൗമ്യതയോടുകൂടിയാണ് നമ്മളത് പെരുമാറുന്നതെങ്കിൽ തീർച്ചയായും അതിൻ്റെ റിസൾട്ട് മറ്റൊന്നായിരിക്കും. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നതായിട്ട് ഹദീസിൻ്റെ കിതാബിൽ കാണാൻ കഴിയും. ഇദാ അറാദല്ലാഹു ബി അഹ്ലി ബൈത്തിൻ ഖൈറൻ, ഏതെങ്കിലും ഒരു കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അദ്ഖല അലൈഹിമു റിഫ്ഖ, ആ കുടുംബത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗമ്യത അവർക്ക് കൊടുക്കും. അവരുടെ മക്കൾ സൗമ്യതയുള്ളവരായിരിക്കും, അവിടുത്തെ പിതാവ് സൗമ്യനായിരിക്കും, കാര്യങ്ങൾ സൗമ്യമായിട്ടായിരിക്കും പരിഹരിക്കുന്നത്. ബഹളമില്ല, ഒച്ചപ്പാടില്ല, വസ്തുക്കളെടുത്ത് വലിച്ചെറിഞ്ഞ് ഉടയ്ക്കുന്നില്ല, വളരെ സൗമ്യമായിരിക്കും. എന്നാൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ എന്തെങ്കിലും വിപത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഷെറിനെ അള്ളാഹു ഒരു കുടുംബത്തിൽ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒന്നുമില്ല, ആ സൗമ്യത ആ കുടുംബത്തിൽ നിന്ന് എടുത്തു കളയും. അതിൻ്റെ അർത്ഥം ബഹളമുള്ള, വളരെ കർശനമായി ദേഷ്യപ്പെടുന്ന ഈ കുടുംബം,
അങ്ങനെയുള്ള കുടുംബനാഥനുള്ള കുടുംബം, ആ കുടുംബത്തിൽ ഖൈറുണ്ടാകില്ല. അത് അള്ളാഹു ഖൈർ ഉദ്ദേശിക്കാത്ത കുടുംബമാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്വഭാവത്തെ വിളിച്ചോതുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരിക്കൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയിൽ സഹാബാക്കൾക്ക് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ഒരു ആറാബിയായ ഒരു സഹാബി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സംസ്കാരം എന്താണെന്ന് അറിയില്ല, ഒരു സാധാരണ ഒരു ഗ്രാമീണനാണ്, വലിയ സംസ്കാരങ്ങളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം മസ്ജിദ് നബവിയിലേക്ക് കടന്നു വന്നു, ഉപദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് മൂത്രശങ്കയുണ്ടായി. മൂത്രം ഒഴിക്കാൻ വേണ്ടി അദ്ദേഹം എഴുന്നേറ്റ് മസ്ജിദ് നബവിയുടെ ഒരു ഓരത്ത് പോയിരുന്നു മൂത്രം ഒഴിച്ചു. പള്ളിക്കകത്ത് തന്നെ മൂത്രമൊഴിക്കുന്നൊരവസ്ഥ. അദ്ദേഹം എണ്ണീച്ച് പോയി അവിടെ മൂത്രം ഒഴിക്കും. ഇത് കണ്ട സഹാബാക്കളെല്ലാം ഭയങ്കരമായി ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. സഹാബാക്കൾ ദേഷ്യപ്പെടുകയും അദ്ദേഹത്തെ വിരട്ടാനൊക്കെ പോയപ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും നിശബ്ദരാകാൻ പറഞ്ഞു. അദ്ദേഹം മൂത്രമൊഴിച്ച് തീരട്ടെ, നിങ്ങൾ നിശബ്ദരാകാൻ പറഞ്ഞു. നബിതങ്ങളുടെ നിർദ്ദേശം കേട്ടുകൊണ്ട് സഹാബാക്കൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. ശേഷം അദ്ദേഹം മൂത്രമൊഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തൊട്ടി വെള്ളം കൊണ്ടുവരാൻ പറയുകയും അദ്ദേഹം മൂത്രം ഒഴിച്ച ഭാഗത്ത് അത് കഴുകി കളയാൻ വേണ്ടി സഹാബാക്കളോട് നിർദ്ദേശിക്കുകയും ആ വ്യക്തിയെ വിളിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ ഭവനമാണ്, ഇത് മൂത്രമൊഴിക്കാനുള്ള സ്ഥലമല്ല, ഇവിടെ നമ്മൾ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് വളരെ സൗമ്യമായി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉപദേശിക്കുകയും ശേഷം സഹാബാക്കളെ നോക്കിക്കൊണ്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ, നിങ്ങൾ കടുപ്പം കാണിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരല്ല, നിങ്ങൾ കടുപ്പം കാണിക്കരുത്. ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ, നിങ്ങൾ സോഫ്റ്റായി സൗമ്യത കാണിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ്. നിങ്ങൾ ഒരിക്കലും മുഅസ്സിരീൻ, കടുപ്പം കാണിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരല്ല എന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബാക്കളെ നോക്കി പറയുകയുണ്ടായി. വലിയൊരു പാഠമാണ് ഇതിലൂടെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തരുന്നത്. നമ്മളുടെ ഏതെങ്കിലും ഒരു സംഭവം, ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ എന്തായിരിക്കും, നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ പ്രതികരിക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കും. ചുരുക്കത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ കച്ചവടത്തിലാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളോടാണെങ്കിലും നമ്മുടെ പെരുമാറ്റം എപ്പോഴും സൗമ്യമായ നിലയിലായിരിക്കണം. നമുക്ക് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അത് മാതൃകയുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, എൻ്റെ കുടുംബത്തിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ സൗമ്യത എൻ്റെ കുടുംബത്തിലുണ്ടാകും. എന്നാൽ ആ ഖൈർ അള്ളാഹു എടുത്തു കളഞ്ഞാൽ പിന്നെ എൻ്റെ കുടുംബത്തിൽ സൗമ്യത ഉണ്ടാകില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ ഒരു കോർണറിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുകയാണ് എങ്കിൽ, നമ്മൾ ആ കോർണറിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും, നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും, എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അതിൽ നിന്ന് മാറിക്കിട്ടും. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളും അതിൻ്റെ കാതലായ പ്രശ്നം നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ ഇതിലേതെങ്കിലും ഒരാളുടെ സ്വഭാവത്തിലുള്ള കാർക്കശികമാണ്. പെരുമാറ്റം ഭയങ്കരമായ കാർക്കശികമായ രീതിയിലുള്ള പെരുമാറ്റം, എന്തും ഏതിനും ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ, ഇതായിരിക്കും ആ പ്രശ്നത്തിൻ്റെ, ആ ഉണ്ടായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ കാതൽ അതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന തങ്ങളുടെ ആ ഉത്തമ സ്വഭാവം അത് നമ്മൾ മാതൃകയാക്കണം. അത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും ശരി, നമ്മൾ അതിനെ ഡീൽ ചെയ്യുമ്പോൾ, നമ്മൾ ആ പ്രശ്നത്തെ ഡീൽ ചെയ്യുമ്പോൾ ആ സൗമ്യത നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല. എത്ര വലിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നമുക്കറിയാം. പിതാവ് മുഅ്മിനല്ല, അദ്ദേഹം കാഫിറാണ്. അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ശക്തമായി ദേഷ്യപ്പെടുകയാണ്. ഇബ്രാഹിമിനെ വിളിച്ചുകൊണ്ട്, യാ ഇബ്രാഹിം, നീ ഞങ്ങളുടെ വിഗ്രഹങ്ങളെക്കുറിച്ച് ഇനി മോശത്തരം പറയരുത്.
ഞങ്ങളുടെ വിഗ്രഹങ്ങളെക്കുറിച്ച് നീ ഇനി അങ്ങനെ ആവശ്യമില്ലാത്ത സംസാരം നീ സംസാരിക്കരുത്. അങ്ങനെ നീ സംസാരിക്കുകയാണ് എങ്കിൽ അർജുമന്നക, കല്ലെറിഞ്ഞു കളയും നിന്നെ. സ്വന്തം മകനോട് പറയുകയാണ്, ഞങ്ങളുടെ വിഗ്രഹങ്ങളെക്കുറിച്ച് നീ ഇനി എന്തെങ്കിലും പറയുകയാണ് എങ്കിൽ കല്ലെറിയും നിന്നെ. വഹ്ജുർനി മലിയ, എന്നോട് പിന്നെ നീ സംസാരിക്കാൻ വന്നേക്കരുത്, നീയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഭയങ്കര ശക്തമായ ദേഷ്യത്തോടുകൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറുപടി എന്തായിരുന്നു? പിതാവിനോട് പറഞ്ഞ മറുപടി, ഈമാനും കുഫറും, ഈമാനും ശിർക്കും തമ്മിലുള്ള യുദ്ധമാണ്. അള്ളാഹുവിനെ കുറിച്ചല്ലാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നൊരു ഭാഗത്ത് ഇബ്രാഹിം നബി പറയുമ്പോൾ, നീ ഒരിക്കലും ഞങ്ങളുടെ വിഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് മറ്റൊരു ഭാഗത്ത് തൻ്റെ പിതാവ് പറയുകയാണ്. ഞങ്ങളുടെ വിഗ്രഹങ്ങൾ അതാണ് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്നത് എന്ന വിശ്വാസം വെച്ചുകൊണ്ട് പിതാവ് നിൽക്കുകയാണ്. ആ സമയത്ത് ഇത് കേട്ടുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, സലാമുൻ അലൈക്, പിതാവെ താങ്കൾക്ക് രക്ഷയുണ്ടാകട്ടെ. ആ വാക്കൊന്ന് നോക്ക്, എന്തൊക്കെ പറയാമായിരുന്നു. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും വലിയ വലിയ സംഭവങ്ങൾ. അത് മുഅ്മിനീങ്ങളിൽ നിന്ന് മാത്രമല്ല, അമുസ്ലിമീങ്ങളിൽ നിന്ന് പോലും ഈ സൗമ്യത കൈപിടിച്ചതിൻ്റെ പേരിൽ, ഈ സൗമ്യത അത് ഒരു വിഷയത്തിൽ അതവർ ഏറ്റെടുത്തതിൻ്റെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങൾ മാറിക്കേണ്ടതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ബദ്ർ യുദ്ധത്തിൻ്റെ സംഭവമാണ്. ബദ്ർ യുദ്ധത്തിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി സൈനബ് റളിയല്ലാഹു തആലയുടെ ഭർത്താവ് തടവിൽ പിടിക്കപ്പെട്ടു. അബുൽ ആസ് ബിൻ റബീ. സൈനബ് റളിയല്ലാഹു തആല അൻഹു മകളാണ്, പക്ഷെ മകളുടെ ഭർത്താവ് മുഅ്മിനായിരുന്നില്ല, ആ സമയത്ത് മുസ്ലിം ആയിരുന്നില്ല. ബദ്റിൽ മുഅ്മിനീങ്ങൾക്ക് എതിരെ അദ്ദേഹം യുദ്ധത്തിന് വന്ന വ്യക്തിയാണ്. അദ്ദേഹം തടവിൽ പിടിക്കപ്പെട്ടു. അപ്പം അദ്ദേഹം തടവിൽ പിടിക്കപ്പെട്ടവരെ എല്ലാവരെയും മോചിപ്പിക്കാൻ തീരുമാനമാകുകയും ഇദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി ധനമായി സൈനബ് റളിയല്ലാഹു തആല അൻഹ കൊടുത്തുവിട്ടത് ഖദീജ റളിയല്ലാഹു തആല അൻഹ അവർക്ക് കൊടുത്ത മാലയായിരുന്നു. ആ മാല നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് കരയുകയും തങ്ങളുടെ സഹാബാക്കളോട് ചോദിക്കുകയും ചെയ്തു, റബീഇനെ ഞാൻ തിരിച്ചയക്കട്ടെ, ഈ മാല തിരിച്ചു കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. സഹാബാക്കൾ ഒന്നടങ്കം സമ്മതിച്ചു. അങ്ങനെ ആ മാല തിരിച്ചേൽപ്പിക്കുകയും റബീഇനോടൊരു കാര്യം പറയുകയും ചെയ്തു, നീ മക്കയിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടുകയാണ്, പക്ഷേ മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മകളെ മദീനയിലേക്ക് പറഞ്ഞു വിടണം. കാരണം ശിർക്കിൻ്റെ അവസ്ഥയിൽ ഒരു മുശ്രിക്കായ ഒരു വ്യക്തി ഒരു മുഅ്മിനത്തായ എൻ്റെ മകളുമായി ഇനി ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എൻ്റെ മകളെ മദീനയിലേക്ക് പറഞ്ഞു വിടണം. ഈ നിബന്ധനയോടുകൂടെ ഞാൻ നിങ്ങളെ മക്കയിലേക്ക് തിരിച്ചയക്കുകയാണെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയുണ്ടായി. അദ്ദേഹം പോയി മക്കയിൽ ചെന്നു. മക്കയിൽ ചെന്നിട്ട് സൈനബ് റളിയല്ലാഹു തആല അൻഹയെ തിരിച്ചയക്കാൻ തീരുമാനമായി. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി 2 സഹാബാക്കളെ ഏൽപ്പിച്ചു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിനെയും മറ്റൊരു അൻസാരിയായ സഹാബിയെ ഏൽപ്പിച്ചു സൈനബ് റളിയല്ലാഹു അൻഹയെ കൂട്ടിക്കൊണ്ടുവരാൻ. പക്ഷെ കൂട്ടിക്കൊണ്ടുവരാൻ മക്കയിലേക്ക് കടക്കാൻ പറ്റൂല. ബദ്ർ യുദ്ധം കഴിഞ്ഞ് 1 മാസമായതേ ഉള്ളൂ. അവർക്ക് അത്രയും ദേഷ്യമുണ്ടാകും മുസ്ലിമീങ്ങളോട്, പരാജയപ്പെട്ട ദേഷ്യം. അപ്പോൾ പ്രതികാരം ചെയ്യാൻ ഏത് രീതിയിലും അവർ തയ്യാറായി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അവിടെ അവർ കത്തയച്ചു, സൈനബ് റളിയല്ലാഹു തആല അൻഹയെ മക്കയുടെ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത്, ആ സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ അബുൽ ആസ് സൈനബ് റളിയല്ലാഹു തആല അൻഹുമായിട്ട് ബന്ധവുമുണ്ട്. ഖദീജ റളിയല്ലാഹുവിൻ്റെ സ്വന്തം സഹോദരിയുടെ മകനാണ് അബുൽ ആസ്. അപ്പോൾ ഉമ്മായുടെ സഹോദരിയുടെ മകളെയാണ് അബുൽ ആസ് വിവാഹം കഴിച്ചിരിക്കുന്നത്, സൈനബ് റളിയല്ലാഹു തആല. അപ്പോൾ അദ്ദേഹം തൻ്റെ സഹോദരനെ വിളിച്ചു, കിനാന ഇബ്ൻ റബീഇനെ വിളിച്ചിട്ട് പറഞ്ഞു, ഭാര്യയെ ഇന്ന സ്ഥലത്ത് കൊണ്ടാക്കണം. അദ്ദേഹം ആ സ്ഥലത്ത് കൊണ്ടുപോകുന്ന വഴിയിൽ കുറച്ചു പേർക്ക് ഇത് അറിയാൻ കഴിഞ്ഞു.
ഈ ഒട്ടകക്കട്ടിനുള്ളിലുള്ളത് സൈനബ് റളിയല്ലാഹു അൻഹയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയാണ്. അപ്പോൾ അവർക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായി മാറി. അപ്പോൾ ഒരാൾ ആ ഒട്ടകക്കട്ടിൽ തള്ളിയിടുകയും അവരതിൽ നിന്ന് വീഴുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ കിനാന, അദ്ദേഹം വലിയ അമ്പെയ്ത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജ്യേഷ്ഠൻ്റെ ഭാര്യ മാത്രമല്ല, ഉമ്മയുടെ സഹോദരിയുടെ മകളും കൂടിയാണ് സൈനബ് റളിയല്ലാഹു തആല. പക്ഷെ അദ്ദേഹം മുസ്ലിം അല്ല. അദ്ദേഹത്തിൻ്റെ അമ്പുകൾ എടുത്തുകൊണ്ട് പറഞ്ഞു, ഈ ആവനാഴിയിലുള്ള മുഴുവൻ അമ്പുകളും തീരുന്നത് വരെ നിങ്ങൾ ആരും തന്നെ സൈനബിനെ തൊടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഏകദേശം മക്ക നിവാസികൾ എല്ലാം അവിടെ ഒരുമിച്ച് കൂടി. ഒരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷമായി മാറി, വലിയ പ്രശ്നമായി. അങ്ങനെ നിങ്ങൾ മുഹമ്മദിൻ്റെ മകളെയും കൊണ്ട് ഇവിടുന്ന് പോകാൻ കഴിയില്ല. ഒരു പ്രശ്നവുമില്ലാതെ നമ്മളെ ഇത്രയും നമുക്ക് നാശനഷ്ടം വിതച്ചതിന് ശേഷം 1 മാസമായില്ല, അതിൻ്റെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല. അതിനു മുമ്പ് ഇത്രയും രീതിയിൽ നിങ്ങൾ സൈനബിൻ്റെ മകളെ അങ്ങ് മദീനയിൽ അയക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ സമയത്ത് അബൂ സുഫിയാൻ, മുസ്ലിമല്ല, കാഫിറാണ്. അബൂ സുഫിയാൻ വന്നുകൊണ്ട് കിനാനയോട് പറഞ്ഞു, അമ്പ് താഴെ വെക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കണം. ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാനോ വഴക്കിടാനോ വരുന്നതല്ല, അമ്പൊന്ന് താഴെ വെക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കണം. അബൂ സുഫിയാനോട് പോയി. അബൂ സുഫിയാൻ കിനാനയെ എടുത്ത് പോയിട്ട് സംസാരിച്ചു. നിന്നോടൊപ്പമുള്ളത് ഇവിടെ മക്കക്കാരെല്ലാവരും അറിഞ്ഞു, അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളാണ്, മുഹമ്മദിൻ്റെ മകളാണ് നിന്നോടൊപ്പമുള്ളതെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇത്രയും ഓപ്പണായി ഈ പകൽ സമയത്ത് നീ പ്രവാചകൻ്റെ മുഹമ്മദ്, അവർ പ്രവാചകൻ എന്ന് പറയില്ല, മുഹമ്മദ് എന്ന് മാത്രമേ പറയൂ, അല്ലെങ്കിൽ അബുൽ ഖാസിം എന്ന് പറയും. അപ്പോൾ മുഹമ്മദിൻ്റെ മകളെ നീ ഇത്രയും പബ്ലിക്കായി മദീനയിലേക്ക് അയക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങൾ അത് രോഷാകുലരാകും. ഞങ്ങൾക്ക് ആ സ്ത്രീയെ ഉപദ്രവിച്ചതുകൊണ്ട് ഒന്നും കിട്ടാനില്ല, ഞങ്ങൾക്ക് ഒന്നും അവരെ ചെയ്യേണ്ട കാര്യവുമില്ല, ഞങ്ങൾക്ക് യാതൊരു രീതിയിലും അവരോട് പ്രശ്നമില്ല. നീ ഒരു കാര്യം ചെയ്യ്, ആരുമില്ലാത്ത സമയത്ത് ഒരു രാത്രി സമയം നോക്കി, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവരെ കൊണ്ടുപോയി വിട്, ഞങ്ങൾക്ക് അവരെ യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഈ ഒരു സമയത്ത് നീ തിരിച്ച് നിന്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറായി. എന്ത് സൗമ്യമായ രീതിയിൽ, ഒരു കാഫിറാണ്, പക്ഷെ അദ്ദേഹം ആ യുദ്ധത്തിൻ്റെ കമാൻഡറായിരുന്നു. ഇസ്ലാമിനെതിരെ ബദർ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് അബൂ സുഫിയാൻ. പക്ഷേ അദ്ദേഹം സൗമ്യമായി ആ ഒരു വിഷയം ഡീൽ ചെയ്തപ്പോൾ മക്കയിലുണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം തന്നെ ഇല്ലാതായി മാറി. അദ്ദേഹം അത് കൊണ്ടുപോവുകയും രാത്രി സമയത്ത് അവരെ അയക്കുകയും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതന്മാർ അവരെ കൊണ്ട് മദീനയിലേക്ക് പോവുകയും ചെയ്യുകയുണ്ടായി. ശേഷം അദ്ദേഹം പിന്നെ ഹിജറ 5 മുസ്ലിമാകുകയും പിന്നെ ആ സ്ത്രീയെ തന്നെ വീണ്ടും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകളെ തന്നെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുകയും വിശാലമായ സംഭവമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലാണ്, നമ്മൾ അറിയാതെ പോകുന്നൊരു വിഷയമാണ്, നമ്മൾ പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന സൗമ്യത നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ എല്ലാ വിഷയത്തിലും മുസ്ലിമിൽ ഒരു ഹദീസ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അല്ലാഹുവേ, മുഅ്മിനീങ്ങളുടെ ആരുടെയെങ്കിലും ഒരു കാര്യം ഒരാളെ ഏൽപ്പിക്കുകയും മൻ വലിയ അംറൽ മുസ്ലിമീന ഫശദ്ദദ അലൈഹിം, അദ്ദേഹം അതിൽ കടുപ്പം കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഷ്ദുദ് അലൈഹി, അയാളുടെ മേൽ നീ കടുപ്പം കാണിക്കണേ തമ്പുരാനെ. നബി തങ്ങളുടെ ദുആയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, പക്ഷെ നമ്മൾ അതിൽ കടുപ്പം കാണിക്കുകയാണ് എങ്കിൽ നമ്മുടെ മേൽ അള്ളാഹു കടുപ്പം കാണിക്കുമെന്നാണ് ആ ദുആയുടെ പൊരുൾ. അതുപോലെ തന്നെ ദുആയിൽ രണ്ടാമത്തെ ഒരു വാചകമാണ്, തിരിച്ച് ആ വ്യക്തി മയമാണ് കാണിക്കുന്നതെങ്കിൽ, ആ മുസ്ലിമീങ്ങളോട് മയം കാണിക്കുന്നുണ്ടെങ്കിൽ നീ ഫർഫുഖ് അലൈഹി, അയാളുടെ മേൽ മയം കാണിക്കണമേ. നിബിതങ്ങളുടെ ദുആയാണ് എല്ലാ മേഖലയിലും. ഇതേപോലെ തന്നെ മുഅ്മിനീങ്ങൾ, നമ്മളെ വേറൊരാളെ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്,
ഒരു ഓഫീസിൽ നമുക്കൊരു ലീഡറുണ്ട്, അദ്ദേഹത്തോടും എന്ത് ചെയ്യണം? നമ്മൾ മയത്തിൽ അങ്ങോട്ടും പെരുമാറണം. നമ്മുടെ വീട്ടിൽ ഒരു ഗൃഹനാഥനുണ്ട്, നമ്മൾ മക്കൾ അദ്ദേഹത്തോടും മയമായി പെരുമാറണം. അൽ മുഅ്മിനൂന ഹയ്യിനൂന ലയ്യിനൂൻ, ഹദീസിൽ കാണാൻ കഴിയും. മുഅ്മിനീങ്ങൾ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ സോഫ്റ്റ് സ്വഭാവക്കാരാണ്. ഇൻ ഖീദ ഇൻ ഖാദ, അവരോട് അനുസരിക്കാൻ പറഞ്ഞാൽ അവരെ അനുസരിക്കും. അത്രയും സോഫ്റ്റ് സ്വഭാവക്കാരാണ് മുഅ്മിനീങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ചുരുക്കത്തിൽ എല്ലാ മേഖലയിലും, ഇബാദത്തിലാണെങ്കിൽ പോലും ഹദീസുകളിൽ കാണാൻ കഴിയും, ചിലർ കടുംപിടുത്തം പിടിക്കുന്നു ഇബാദത്തിൽ. അതും പാടില്ല, അതിലും നമ്മൾ കടുംപിടുത്തം പാടില്ല. എല്ലാത്തിലും നമ്മുടെ കയ്യിൽ സൗമ്യത ഉണ്ടാകണം. അതുകൊണ്ട് സൗമ്യത കൈമുതലാക്കണം. സൗമ്യത കൈമുതലാക്കുന്ന ഏത് പെരുമാറ്റമാണെങ്കിലും ഇല്ലാ സാനഹു, അള്ളാഹു അതിൻ്റെ മാറ്റു കൂട്ടുക തന്നെ ചെയ്യും. എന്നാൽ ആ സൗമ്യത നമ്മുടെ കയ്യിൽ നിന്ന് പോയോ ഇല്ലാ ഷാനഹു, അത് വികൃതമായി പോകും, അത് മോശമായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.